വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീശിയ അടിക്കുക ഒന്നും വേണ്ട. നമ്മൾ അതൊന്നുമില്ലാതെ ഒരു നൂൽ പൊറോട്ടയാണ് ചെയ്യാൻ പോകുന്നത്. മുന്നേ നമ്മൾ ചാനലിൽ മൈദ കൊണ്ടുള്ള നൂൽ പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ഒരു റെസിപ്പിയിൽ നിന്ന് കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അൽബേക്കറിൻ്റെ ചക്കി ഫ്രഷ് ആട്ടയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ വെയ്റ്റിൽ 250 ഗ്രാമാണ് വരിക. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതായത് ഉപ്പിനേക്കാളും കൂടുതലാണ് നമുക്ക് പഞ്ചസാര വേണ്ടത്. ഇനി ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചവെള്ളമാണ്. പക്ഷേ ഈ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരില്ല. വെള്ളം കുറേശ്ശെയായിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും. മൈദനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് 1/4 കപ്പിന് മേലെ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ 1 കപ്പിൽ താഴെ വേണ്ടി വന്നിട്ടുള്ളൂ. ഏകദേശം നനഞ്ഞ ഒരു മാവിൻ്റെ പാകമായപ്പോൾ ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ പൊടി തൂവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കുഴയ്ക്കണം. നന്നായിട്ട് അമർത്തി നല്ല സോഫ്റ്റ് മാവാവുന്ന പോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ അളവിൽ 3 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് വെജിറ്റബിൾ ഗീ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഡാൽഡ വനസ്പതി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അടുപ്പത്ത് വെച്ചോ ഓവനിൽ വെച്ചിട്ടോ ഇതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. ഇങ്ങനെ മെൽറ്റാക്കിയ മിക്സ്ചറിന് 2 ടേബിൾ സ്പൂണ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാവിൽ നന്നായിട്ട് ഈ ഒരു മിക്സ്ചർ നമുക്ക് മിക്സാക്കി കുഴച്ചെടുക്കണം. ആദ്യം ഈ നെയ്യും ഓയിലും ചേർക്കരുത്. അപ്പം നമുക്ക് ആ ഒരു സ്ട്രെച്ചിനെസ് മാവിന് എളുപ്പത്തിൽ കിട്ടില്ല. ഇങ്ങനെ ഒരു പകുതി നന്നായിട്ട് കുഴച്ച പാകമാകുമ്പോൾ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കുഴച്ചിട്ട് നല്ല മയത്തിലുള്ള മാവാക്കിയിട്ടെടുക്കുക. ഈ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 15-20 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റണം. മുറിയാത്ത പാകത്തിൽ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റണം. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ മാവ് നന്നായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നെയ്യും ഓയിലും മിക്സ്ചറിന് കുറച്ച് തടവിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ മാവൊക്കെ ഒന്നും കൂടി മയപ്പെട്ടിട്ട് വരും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കയ്യിലും കൂടെ നെയ്യും ഓയിലിൻ്റെ മിക്സ്ചർ തേക്കണം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ ആദ്യം മാവിനെ ഉരുട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കയ്യിൻ്റെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് മാവ് ഇതുപോലെ അമർത്തിയിട്ട് 5 ഈക്വൽ വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോൾ നമ്മൾ വീശാൻ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ ഉരുട്ടുന്ന പോലെ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നല്ല സ്മൂത്ത് ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ 5 ബോളും ഉരുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് നെയ്യും ഓയിലും ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെയ്യ് ഓയിൽ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കറുത്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്കിതൊരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വയ്ക്കാം. ഒരു 45 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പരത്തുന്ന ഒരു പലകയിലെ മേലോ ഇതുപോലെ കുറച്ച് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ തടവിയതിന് ശേഷം ഓരോ ബോളായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഇത് നല്ല മയമുള്ള മാവാണ്. കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് അമർത്തിയാൽ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും. പിന്നെ ഇത് ചെയ്യാൻ എളുപ്പമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കുഴൽ ഉപയോഗിച്ചിട്ടും പരത്താം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് വലിച്ചെടുത്താൽ മതി. നിങ്ങൾ കുഴലുകൊണ്ടാണ് പരത്തുന്നതെങ്കിൽ കുഴലിൻ്റെ മേലെയും കുറച്ച് നെയ്യും ഓയിലിൻ്റെ മിക്സ്ചർ തേക്കണം. അതിനുശേഷം ഒരു സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ പരത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പരത്തിയതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് കുറച്ച് ഓയിലും നെയ്യുള്ള മിക്സ്ചർ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ വിതറി കൊടുക്കണം. ഇത് ഒരു മസ്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ്. അത് തീർച്ചയായിട്ടും ചെയ്യണം, മറന്നു പോകരുത്. എന്നാലും നമുക്ക് ലെയർ വേറെ വേറെ ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ നേരിയ നാരുകളായിട്ട് നമ്മുടെ മാവിനെ മുറിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അത് പരത്തിയെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കത്തി കൊണ്ടായാലും ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിലും പിസ്സ കട്ടർ കൊണ്ടാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു സ്പാച്ചിലിനെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാവ് രണ്ട് ഭാഗത്തുനിന്ന് നടുവിലേക്ക് കൂട്ടിയെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വലിക്കേണ്ട, കാരണം മൈദൻ്റെ ആ ഒരു സ്ട്രെച്ചിനെസ് ഗോതമ്പ് പൊടിക്ക് ഉണ്ടാവില്ല. അതിനുശേഷം ഒരു വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ ചുരുട്ടി കഴിഞ്ഞാൽ അവസാനം വരുന്ന ഭാഗം അടിഭാഗത്ത് നടുവിലേക്കായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആവും ചെയ്യും, നന്നായിട്ട് സീലായി കിട്ടുകയും ചെയ്യും. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള 4 ഉരുളകളും ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്വയറിൽ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിൽ പരത്താം. പക്ഷേ റൗണ്ടിൽ പരത്തുന്ന സമയത്ത് ഇതുപോലെ ഈക്വൽ വലുപ്പത്തിലുള്ള നാരുകൾ കിട്ടില്ല. അപ്പോൾ നാരുകൾ അവിടെയും ഇവിടെയും തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നടുവിൽ ഈ എണ്ണയും ഗോതമ്പ് പൊടി എടുക്കുന്ന കാര്യം മറന്നു പോയത്, അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇതിനുശേഷം ഞാൻ 5 റോളിൻ്റെ മേലെയും കുറച്ചും കൂടെ നെയ്യ് ഓയിലിൻ്റെ മിക്സ്ചർ തേച്ചിട്ട് ഇതൊരു 15-20 മിനിറ്റ് ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ചുടാനുള്ള കല്ലും സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയിൻ്റെ അകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് കൈയിൻ്റെ ഉൾഭാഗം വെച്ച് ഇതൊന്ന് അമർത്തിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരത്താൻ വശമില്ലാത്തവർക്ക് ചപ്പാത്തിയുടെ കുഴൽ വെച്ച് പരത്താം. ഈ ഒരു കന ഉണ്ടാവാൻ പാടുള്ളൂ. ഒരുപാട് കന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വേവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഗോതമ്പ് പൊടിയാണ്. ഞാനിത് ചുടാനായിട്ട് നമ്മുടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. കല്ലൊന്ന് ചൂടായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ പൊറോട്ടയായിട്ട് ഇതിൻ്റെ മേലെ വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സമയത്ത് 3 പൊറോട്ടയാണ് ചുടുന്നത്. ഫ്ലെയിം ലോ ആക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവും, അകം കുക്കാവില്ല. നമ്മളിപ്പം മൈദനെ കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടും. പക്ഷേ നമ്മളിപ്പം ഗോതമ്പ് കൊണ്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അധികം എടുക്കും. പിന്നെ ഇത് ഞാനിതാ 1 മിനിറ്റ് ആയ സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഏറെക്കുറെ ബാക്ക് സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചിട്ട് ഒന്നും കൂടി മറിച്ചിടാം. ഒരുപാട് തവണ ഇത് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണ്ട. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ പൊറോട്ട ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ നെയ്യിൻ്റെ മിക്സ്ചർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, കാരണം നമ്മൾ ബാക്കി എല്ലാ സ്റ്റെപ്പിലും ഓയിൽ നെയ്യും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വേവുന്നവരെ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ അധികം കട്ടിയിലല്ല നിങ്ങൾ പരത്തിയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അധികം കട്ടിയിൽ പരത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനൊരു 3 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സാധാരണ പൊറോട്ട പോലെ ഇത് ഒരുപാട് പവർ ഇട്ടിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പം തന്നെ ഇതിൻ്റെ ലെയർ കിട്ടും, കാരണം ഇതൊരു നൂൽ പൊറോട്ടയാണല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ അടിക്കാൻ എയിമില്ല എന്നുണ്ടെങ്കിൽ ഓരോ പൊറോട്ടയായിട്ട് അടിച്ചെടുക്കാം. ഓരോ പൊറോട്ടയാവുന്ന സമയത്ത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലെയർ വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഒരുപാട് ലെയറുള്ള നല്ല അടിപൊളി ഗോതമ്പ് പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.